ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പരിശുദ്ധ തൃത്വയേക ദൈവത്തിന് സ്തുതി. യേശുവിന് വായിക്കുവാൻ നസറത്തിലെ ആ സിനഗോഗിലെ പ്രധാന ചുമതലക്കാരൻ യെശയ്യാവിൻ്റെ ഗ്രന്ഥം, തന്നെ കുറിച്ച് പ്രവചിച്ചിട്ടുള്ള യെശയ്യാവിൻ്റെ ചുരുൾ തൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ്. അന്നത്തെ കാലത്ത് പഞ്ചഗ്രന്ഥ പുസ്തകങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന പുസ്തകങ്ങൾ, യെശയ്യാവിൻ്റെ പുസ്തകം, ജെറമിയ, ഇതെല്ലാം ഓരോ ചുരുളുകളാണ്. ഇന്ന് സത്യവേദ പുസ്തകം നമ്മുടെ കയ്യിൽ തന്നാൽ 73 പുസ്തകത്തിൽ നിന്നും ഏതൊരു ഭാഗവും നമുക്ക് എടുത്തു വായിക്കാം. എന്നാൽ യേശുവിൻ്റെ കാലത്ത് യെശയ്യാവിൻ്റെ ചുരുൾ തനിക്ക് തരികയും പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം അവിടെ നടക്കുകയുമാണ്. സ്വന്തം ഇഷ്ടപ്രകാരം എടുത്ത ഗ്രന്ഥമല്ല, അവനത് കൊടുക്കുകയാണ്. യെശയ്യാവിൻ്റെ ചുരുളിൽ 66 അധ്യായങ്ങളുണ്ട്. എന്നാൽ തനിക്ക് തുറന്നപ്പോൾ കിട്ടിയത് യെശയ്യാവിൻ്റെ പുസ്തകം 61-ാം അധ്യായം 1-2 വാക്യങ്ങളാണ്. അതും മറ്റൊരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയായി നമുക്ക് കാണാം. യെശയ്യാവിൻ്റെ 61-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിലെഴുതിയിരിക്കുന്നത് മുഴുവനായും നമ്മുടെ കർത്താവ് വായിച്ച് പൂർത്തീകരിക്കുന്നില്ല എന്നും നമുക്ക് കാണാം. കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാൻ എന്നുവരെ വായിച്ച് കർത്താവ് ആ വാക്യം പൂർണ്ണമാക്കാതെ നിർത്തുകയാണ്. അതും ആത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനമായി നാം മനസ്സിലാക്കണം. എന്താണ് ആ വാക്യത്തിൽ മുഴുവനായും ഉണ്ടായിരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. പീഡിതരെ സദ്വാർത്ത അറിയിക്കേണ്ടതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കുവാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിനവും പ്രഘോഷിക്കുവാനും എന്ന യെശയ്യാ പ്രവാചകൻ്റെ വാക്കുകൾ വായിക്കുവാൻ വിട്ടുകളയുന്ന യേശു. ദൈവത്തിൻ്റെ പ്രതികാര ദിനം പ്രഘോഷിക്കുക എന്ന് പറയുമ്പോൾ അതൊരു സദ്വാർത്തയല്ല. തൻ്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനത്തിൻ്റെ ഉദ്ദേശം കൃപാവരത്തിൻ്റെ വർഷം പ്രഖ്യാപിക്കുക എന്നതായിരുന്നതിനാലാണ് ഇടയ്ക്ക് വെച്ച് യേശു വായന അവസാനിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വരദാനമായ വിവേചനത്തിൻ്റെ ആത്മാവിൽ നിന്നുകൊണ്ട് ആ വാക്യം താൻ മുഴുമിപ്പിക്കാതെ വിട്ടുകളയുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, തൻ്റെ രണ്ടാമത്തെ വരവ് നീതിപൂർവകമായ വിധി നടപ്പിലാക്കുവാനായിരിക്കുമെന്ന് നാം പിന്നീട് പുതിയ നിയമത്തിൽ പലയിടത്തും കാണുന്നുണ്ട്. തൻ്റെ രക്ഷാകര വാഗ്ദാനം നിരസിച്ചവർക്ക്, തൻ്റെ മുന്നറിയിപ്പുകളും അനുഗ്രഹങ്ങളും തിരസ്കരിച്ചവർക്ക് അവൻ എന്താണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് നമുക്കറിയാൻ ഇടവരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ദൈവമേ, അതിനായി നിന്നെ വഴി നടത്തിയിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ, നീ 40 രാവും 40 പകലും ഉപവസിക്കുവാൻ നിന്നെ മരുഭൂമിയിലേക്ക് നടത്തിയ, ഈ ലോകത്തിൻ്റെ വലയത്തിൽ നിന്നും പുറത്തേക്ക് നിന്നെ വഴി നടത്തിയ, വിജനതയിൽ പോയി നിൻ്റെ പിതാവിനോടൊപ്പം നീ പ്രാർത്ഥനയിലായിരിക്കുവാൻ നിന്നെ പ്രേരിപ്പിച്ച ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ, ആ പ്രേരണ ഞങ്ങൾക്ക് ധാരാളമായി തന്ന് കൂടുതൽ താഴ്മയിലും എളിമയിലും ജീവിക്കുവാൻ, പരിശുദ്ധ ആലയത്തിൽ വന്ന് നിൻ്റെ ആരാധനകളിൽ പങ്കെടുക്കുവാൻ, നിൻ്റെ തിരുബലിയിൽ ഭാഗവാക്കാകുവാൻ, നൊയമ്പുപവാസങ്ങൾ അനുഷ്ഠിക്കുവാൻ, വന്നുപോയ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ, ആവശ്യക്കാർക്ക് കൂടുതലായി ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ, അങ്ങനെ ദൈവമേ, ഞാനല്ല എന്നിലുള്ള നിൻ്റെ പരിശുദ്ധാത്മാവാണ് എന്നിലൂടെ ചെറിയതും വലിയതുമായ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് എന്ന് എളിമപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.